നേപ്പാളിൽ നിന്നൊരു ഘോഷയാത്ര അയോധ്യയിലേക്ക് വരികയാണ്. അയോധ്യയും നേപ്പാളും തമ്മിൽ എന്താണ് ബന്ധം? സീതാദേവിയുടെ നാടാണ് നേപ്പാൾ. അയോധ്യയിലെ ശ്രീരാമദേവന് സീതാദേവിയുടെ നാടായ നേപ്പാളിൽ നിന്ന് സമ്മാനങ്ങൾ എത്തുന്നു. ജനുവരി 22-ന് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായാണ് നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് 100 പേരുടെ ഘോഷയാത്ര ഇന്ത്യയിൽ എത്തുന്നത്. 1100 പാത്രങ്ങളിലായി ശ്രീരാമനുള്ള വിവാഹ സമ്മാനവുമായാണ് ഇവർ എത്തുക. ജനുവരി 4-ന് ജനക്പൂരിലെ ജാനകി മന്ദിറിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര 2 ദിവസത്തിന് ശേഷം, അതായത് ജനുവരി 6-ന് അയോധ്യയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവാഹ സമ്മാനങ്ങളായ സ്വർണം, വെള്ളി, ആഭരണങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വലിയ അളവിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇവ 1100 പാത്രങ്ങളിലായി നിറച്ചാണ് ഇവർ എത്തുക. ജനക്പൂർ ധമാഷ് അയോധ്യ ധാം ഭാരത് എന്ന കമ്മിറ്റിയാണ് സമ്മാനങ്ങളുമായി എത്തുക. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന 251 പേർക്ക് അയോധ്യ പ്രാദേശിക അധികാരികൾ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ളവരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പാർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും സംഘാടക സമിതി തയ്യാറാക്കുന്നുണ്ട്. ജനക്പൂരും അയോധ്യയും തമ്മിലുള്ള ദൂരം 458 കിലോമീറ്ററാണ്. യാത്ര ജാനകി മന്ദിറിൽ നിന്ന് ആരംഭിച്ച് ജലേശ്വറിലേക്ക് പോകുമെന്നും രാത്രി തങ്ങാൻ ബിർഗഞ്ചിൽ എത്തുമെന്നും കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. 30ഓളം കാറുകളും 5 ബസ്സുകളും അടങ്ങുന്നതാണ് ഘോഷയാത്ര. റക്സോൾ, ഖോറഗ്പൂർ, ബസ്തിപൂർ വഴി അയോധ്യയിൽ എത്തിച്ചേരും. ജനുവരി 6-ന് രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ പ്രതിനിധി സംഘം സമ്മാനങ്ങൾ സമർപ്പിക്കും. അയോധ്യ ക്ഷേത്രത്തിൽ രാംലല്ലയെ ഇരുത്തുന്നത് നവരത്നങ്ങളുടെ സുമേരു പർവ്വതത്തിലാണ്. കാശിയിലെ വിദഗ്ധരായ കരകൗശല വിദഗ്ധരാണ് ഈ സുമേരു പർവ്വതം ഒരുക്കിയിരിക്കുന്നത്. വജ്രം, മരതകം, നീലക്കല്ല്, മുത്ത്, പുഷ്പം, പവിഴം, ഗോമേതകം, മാണിക്യം, തങ്കം ഇവയാണ് ഈ സുമേരു പർവ്വതം ഒരുക്കിയിരിക്കുന്നത്. നവരത്നങ്ങളുടെ സുമേരു പർവ്വതത്തിൽ രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിക്കാൻ കാശി വിദ്വത് പരിഷത്ത് തന്നെ രാമതീർത്ഥ ട്രസ്റ്റിനെ ഉപദേശിച്ചിരുന്നു. ഇതുകൂടാതെ കാശി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മണ്ണ്, ഗംഗാജലം, വയലുകളിലെ മണ്ണ് ഇവയും കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. ജനുവരി 22-നാണ് പ്രാണപ്രതിഷ്ഠ. ജനുവരി 16-നാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. വൈദിക ചടങ്ങുകളായ സർവ്വപ്രായശ്ചിത്ത ഹോമം, വിഗ്രഹം സരയൂ നദിയിൽ കുളിപ്പിക്കൽ തുടങ്ങിയവ 16-ന് ഉച്ച കഴിഞ്ഞ് നടക്കും. ജനുവരി 17-ന് ജലയാത്ര, കലശപൂജ തുടങ്ങിയവ നടക്കും. വൈകിട്ട് അയോധ്യ പട്ടണത്തിലൂടെ കലശയാത്ര. 18-നാണ് പ്രധാന പൂജകൾ ആരംഭിക്കുന്നത്. പ്രധാന സങ്കല്പ, ഗണേശാംബിക പൂജ തുടങ്ങിയവ അന്ന് നടക്കും. അന്ന് തന്നെ മണ്ഡപ് പ്രവേശ്, യജ്ഞഭൂമി പൂജ എന്നിവയും നടക്കും. ജനുവരി 19-ന് 4 വേദങ്ങളിൽ നിന്നുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുള്ള ദേവതാ പൂജ നടക്കും. രാമവിഗ്രഹം ജലത്തിലും ധാന്യത്തിലും നെയ്യിലും നിമജ്ജനം ചെയ്യുന്ന ചടങ്ങും അന്നാണ്. ജനുവരി 20-ന് ക്ഷേത്രവും പരിസരവും കഴുകി ശുദ്ധിയാക്കുന്ന ചടങ്ങ് നടക്കും. പിന്നാലെ വാസ്തുപൂജ. ജനുവരി 21-ന് രാജ്യത്തെ 114 തീർത്ഥാടന കേന്ദ്രങ്ങളിലെ നദികളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വെള്ളത്തിൽ രാമവിഗ്രഹം കുളിപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം വിഗ്രഹം നഗര ദർശനത്തിന് പുറപ്പെടും. ഭക്തർക്ക് ദർശനം നൽകാനാണിത്. പ്രത്യേക രഥത്തിലേറിയുള്ള ഈ നഗര പ്രദക്ഷിണ സമയത്ത് വലിയ തോതിൽ ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22-ന് രാവിലെ 8 മണിക്ക് ശേഷം വിഗ്രഹം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് കൊണ്ടുവരും. ഉച്ചകഴിഞ്ഞായിരിക്കും പ്രതിഷ്ഠാകർമ്മത്തിനുള്ള മഹാപൂജ നടക്കുക. അതിനുശേഷം വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് ഭക്തർക്ക് ദർശനം നൽകുന്ന മഹാആരതി നടക്കും. ശേഷം പ്രതിഷ്ഠാകർമ്മവും വാരണാസിയിൽ നിന്നുള്ള 40 വേദ പണ്ഡിതരടക്കം 122 പുരോഹിതരാണ് പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.